അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ച് പ്രവർത്തിക്കുന്നവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഏത് പ്രവർത്തനത്തിൻ്റെയും ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, പരലോകത്തെ ഗുണമാണ്. ആത്യന്തികമായി അത് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്ത് വിമർശനങ്ങളും അവരെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ലാ യഖാഫു ലൗമത്ത ലായിം എന്ന് പറയും. ഒരു ആക്ഷേപകരുടെ ആക്ഷേപത്തെയും അവർ ഭയപ്പെടുകയില്ല. കാരണം അവർ ഒരാക്ഷേപം ഉണ്ടാകുന്നതിന് അവർ പേടിക്കുകയുമില്ല. എന്തെങ്കിലും ഒരു പ്രശംസയിൽ അവർ വശംവദരാകുകയില്ല. ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആക്ഷേപമുള്ളത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് മാനസികമായ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാറില്ല. ബഹുമാനപ്പെട്ട എപി ഉസ്താദിൻ്റെ പ്രവർത്തന ശൈലി, നിരന്തരം അവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ, ഇതുവരെയുള്ള പ്രവർത്തന രീതി പരിശോധിച്ചാൽ അത്തരത്തിലുള്ള ഒരാളാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്ന് നമുക്ക് പറയാം. ഈ നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഉസ്താദിൻ്റെ ഇടപെടലുകൾ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിൽ ഇന്ന് കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില ആളുകൾക്ക് ഓരോരുത്തർക്കും നിക്ഷിപ്തമായ താല്പര്യങ്ങളുണ്ടാവുമല്ലോ. അവരൊക്കെ കമൻറ്റുകളിലൂടെയും മറ്റുമൊക്കെ ചില സന്ദർഭങ്ങളിൽ വളരെ ന്യൂനാൽന്യൂനപക്ഷം ആളുകളാണ്. അവർ നെഗറ്റീവായി കമൻ്റ് ഇടുകയും ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉസ്താദിനോട് തന്നെ ആശയപരമായ വിരോധമുള്ള ആളുകൾ അദ്ദേഹത്തെ ഇകഴ്ത്താൻ വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഉസ്താദിനെ മനസ്സിലാക്കി ഉസ്താദിൻ്റെ ഫാൻസുകാരായിട്ടുള്ള നല്ല ഒരുപാട് സുഹൃത്തുക്കളും അതുപോലെ തന്നെ മലയാളികളായ ഒരുപാട് ആളുകൾ, അവരുടെ ഒരു വിഷമം, ഇങ്ങനെയൊക്കെ നിങ്ങൾ കമൻറ്റുകളൊക്കെ എഴുതുമ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഉസ്താദിനതൊരു മാനസിക പ്രയാസം ഉണ്ടാകില്ലേ എന്നുള്ള രീതിയിലാണ്. അത് യഥാർത്ഥത്തിൽ ഉസ്താദിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കാരണം ഉസ്താദ് 1939 മാർച്ച് 22 ഉസ്താദിൻ്റെ ജനനം. ഏകദേശം 86 വയസ്സ് പിന്നിട്ടു. ഉസ്താദിൻ്റെ പ്രവർത്തന ശൈലിയിൽ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ആക്ഷേപങ്ങളോ വിമർശനങ്ങളോ ഉസ്താദ് മുഖവിലേക്കെടുത്തിട്ടില്ല. ശരിയാണ് എന്ന് തോന്നുന്ന വിഷയത്തിൽ കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാനിത് ചെയ്താൽ ഇത് എതിർക്കുന്ന ആളുകൾ എങ്ങനെ സമീപിക്കും എന്നൊരു ഭയപ്പാട് ഉസ്താദിൻ്റെ ഒരു ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം വിപുലമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ഭയമുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ നോക്കൂ, ഈ ഇത്രയും വിപുലമായ സ്ഥാപന സംവിധാനങ്ങൾ, സംഘടനാ സംവിധാനങ്ങൾ ഈ രൂപത്തിൽ സജീവമാക്കി കൊണ്ടുവരുന്ന തരത്തിലുള്ള യുവത്വത്തിലും അതിനുശേഷവും ഒക്കെയുള്ള ഉസ്താദിൻ്റെ ഇടപെടലുകൾ, ഇവിടെയൊക്കെ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹം എതിർക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മുഖ്യധാരയിലുള്ള ആളുകൾ വരെ എതിർക്കുന്ന രീതിയിലുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തൻ്റെ നിലപാട് ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ പിന്നെ മറ്റുള്ളവരുടെ എതിർപ്പ് അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ടുണ്ടാകാം, സ്വകാര്യമായ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. എൻ്റെ നിലപാട് ശരിയാണ് എന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക, പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പിന്നാലെ വരാനുള്ളത് അല്ലെങ്കിൽ പിന്തുണ, ജനസമ്മിതിയൊക്കെ പിന്നാലെ വന്നുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാം. മക്കയിൽ വലിയ എതിർപ്പുകൾ സ്വന്തം നാട്ടിൽ നിന്ന് ഉണ്ടായി. പക്ഷേ അവിടുന്ന് ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാനോ അവരുടെ എതിർപ്പുകളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ചിന്തിച്ച് വിഷമിക്കാനോ നിൽക്കുകയല്ല. മറിച്ച് ആശയങ്ങളുമായി മുന്നോട്ട് പോയി, പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ആ പ്രവർത്തനങ്ങളിൽ എതിര് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് പല കാരണങ്ങളുണ്ടാവാം. ഒരുപക്ഷെ വ്യക്തിപരമായ വിരോധമായിരിക്കാം, ആശയത്തിനോടുള്ള വിരോധമായിരിക്കാം, അസൂയയായിരിക്കാം, മറ്റ് പല വിഷയങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ നിലപാട് ശരിയാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ പുഞ്ചിരിയോടെ മുന്നോട്ട് പോവുക എന്ന വലിയ ഒരു ജീവിത മാർഗമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിരുന്നത്. ആ വഴിയിലൂടെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെയും നമ്മുടെ പണ്ഡിതന്മാരുടെയും ഒക്കെ സഞ്ചാരം.
അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലോ അവരുടെ ഇടപെടലുകളിലോ ഒന്നും ജനങ്ങളിൽ നിന്നോ മറ്റ് ആരെങ്കിലും ന്യൂനപക്ഷമാണ് ഇപ്പോഴുള്ളത്. മുമ്പ് ധാരാളം എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്ന് ജനസമ്മതിയും പിന്തുണയും ഒക്കെ ഏറി വരികയാണ് ഉള്ളത്. കാരണം ഈ പ്രവർത്തനങ്ങളുടെ ഈ ജീവിത കാലയളവിലെ പ്രവർത്തനങ്ങളുടെ നീണ്ട നിര, അല്ലെങ്കിൽ വലിയ വിപ്ലവകരമായ മുന്നേറ്റങ്ങളും സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കമൻ്റ് കൊണ്ടോ എന്തെങ്കിലും ഒരു ചെറിയ പ്രസംഗങ്ങൾ കൊണ്ടോ ഒന്നും ഇത്തരത്തിലുള്ള വലിയ മുന്നേറ്റങ്ങളെ മറയ്ക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജീവിതം നൽകിയ ആത്മവിശ്വാസവും ബലവുമെല്ലാം അവിടുത്തെ പ്രവർത്തനത്തിന് കരുത്തായുണ്ട്. നിങ്ങൾ നോക്കൂ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ഒരു പ്രശസ്തരായ പല ആളുകളും ഉസ്താദിനെ വിലയിരുത്തുന്നത് അങ്ങനെയാണല്ലോ. അതായത് എത്രമാത്രം പ്രതിസന്ധികളുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ചെയ്യുന്നത് ശരിയാണെങ്കിൽ മറ്റാരെയും നമ്മൾ അതിൻ്റെ പേരിൽ അവർ വിമർശിക്കുന്നു എന്ന് ഭയന്നുകൊണ്ട് പിന്മാറേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി നാം ക്രമപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ നോക്കൂ, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, ഞാൻ ആ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് എനിക്കിങ്ങനെ പല ആക്ഷേപങ്ങളും വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാനിതൊക്കെ അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇടക്കാലത്ത് നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പിന്നീട് തുടരുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം ഈ വിമർശനങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങളെ ഭയന്നത് കൊണ്ടാണ്. അള്ളാഹുവിനെ പ്രതി ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആത്യന്തികമായൊരു ജീവിത വിജയം, ലക്ഷ്യം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ആ ജനങ്ങളുടെ പുകഴ്ത്തൽ ആഗ്രഹിച്ചിട്ടല്ലല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഇകഴ്ത്തലുകൾ നമ്മെ തളർത്തേണ്ടതില്ല. അതുകൊണ്ട് അത്തരം ഒരു ലക്ഷ്യപ്രാപ്തിക്കായുള്ള പ്രവർത്തനമാണ് സന്തോഷകരമായ പ്രവർത്തനം. നിങ്ങളെപ്പോഴെങ്കിലും ഉസ്താദിൻ്റെ മുഖത്തൊരു വിഷമത്തോടെ, അല്ലെങ്കിൽ ഒരു പ്രവർത്തന രംഗത്ത് ഞാൻ ചെയ്തതിൽ എന്നെ ആളുകൾ വിമർശിക്കുന്നു എന്നൊരു വിഷമം ഒരിക്കലും ഉസ്താദിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. വിമർശകർക്ക് അങ്ങനെ തന്നെ വിമർശിക്കുന്നവർക്ക് മറുപടി പറയാനായി ഉസ്താദ് ഇരിക്കാറുമില്ല. വിമർശനങ്ങളെ ചിലപ്പോൾ കാണാറ് പോലും ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊന്നും, വിമർശനങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അത് കാര്യമായ എന്തെങ്കിലും തിരുത്തപ്പെടാനുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താൻ അത്തരത്തിൽ എന്തെങ്കിലും നിലവാരമുള്ള വിമർശനങ്ങൾ ഉണ്ടായെങ്കിലാണ് അതിലൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ. അതേസമയത്ത് വ്യക്തിപരമായി വിദ്വേഷത്തിൻ്റെ പേരിൽ, ആശയങ്ങളുടെ പേരിൽ, നിലനിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിലൊക്കെ വിമർശിക്കുക എന്ന് പറയുന്നതിനെയൊക്കെ ആ രീതിയിൽ മൈൻഡ് ചെയ്യാതെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും നമുക്കും എല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.